ദി വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന സീരീസിൻ്റെ 62ാമത്തെ എപ്പിസോഡിലേക്ക് ജോബി സാർ സ്നേഹപൂർവ്വം സ്വാഗതം. നമസ്കാരം സാർ. അടുത്ത ഒരു ജെഇമെയിൻ്റെ എക്സാം കാലഘട്ടം ആരംഭിക്കുകയാണ്. ജനുവരി 22 മുതൽ എക്സാമുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്കെല്ലാം ജെഇമെയിനെ കുറിച്ച് കൃത്യമായ ഐഡിയ ഉണ്ട്. അത് NITകളിലേക്കുള്ള, IIITകളിലേക്കുള്ള, GFTയിലേക്കുള്ള അഡ്മിഷന് സഹായകരമാണ്. അതിനവരെ പ്രാപ്തമാക്കുന്ന അഡ്മിഷൻ പ്രൊസീജിയർ, ജോസ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറുമാണ്. ഇതെല്ലാം തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാം. എൻ്റെ ചോദ്യം സാർ, ഈ ഒരു പ്രൊസീജിയർ അല്ലാതെ, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലാതെ ജെഇമെയിനെ കൊണ്ട് എന്തൊക്കെ സാധ്യതകളാണുള്ളത്? ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ നേടാം? ഇവിടെ ജെഇമെയിൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഒരു സ്റ്റാൻഡേർഡ് എക്സാമാണ്. എല്ലാവരും ആ രീതിയിലാണ് ഇതിനെ പരിഗണിക്കുന്നത്. കാരണം ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഇത് മൂന്നും ഈക്വലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു എക്സാമിനേഷനാണ്. അപ്പോൾ ഇത് സാറ് പറഞ്ഞാൽ മെയിനായിട്ട് ഒരു 24,000-ത്തിലധികം സീറ്റ് NITയിലും 8,500-ഓളം സീറ്റ് IIITയിലും 9,200, 9,300-ഓളം സീറ്റ് GFTകളുമായിട്ട് ജോസ വഴി ഫില്ല് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇൻടേക്ക് നടക്കുന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് കൂടാതെ ഒരുപാട് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അത് BTech പ്രോഗ്രാമുകളാകാം, മറ്റ് പല പ്രോഗ്രാമുകളാകാം, അത് ഗവൺമെൻറ് സെക്ടറിലും അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലയിലും ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസിലൊക്കെ ജെഇമെയിൻ്റെ സ്കോർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാം, നമ്മൾ ജെഇമെയിൻ വെച്ച് നമ്മൾ ഉള്ള അഡ്മിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ NITസാണ്. NITകളെക്കാളും റാങ്കിങ്ങിൽ മുമ്പിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളിലൊക്കെ മുമ്പിൽ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് IIITകൾ 3 IIITകൾ. ഒന്നാമത്തേത് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഹൈദരാബാദ്. കോഡിങ്ങിന് ഇന്ത്യയിലെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത്രയും നല്ലൊരു കോഡിംഗ് കൾച്ചർ, അതുപോലെ ഹാക്കത്തോൺസിൽ ഒക്കെ മിക്കവാറും വിൻ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ IIIT ഹൈദരാബാദാണ്. അപ്പോൾ IIIT ഹൈദരാബാദിലെ പല ചാനൽസ് ഉണ്ട് അവിടെ അഡ്മിഷന് വേണ്ടി. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും അട്രാക്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ 4 ഇയർ BTech പ്രോഗ്രാംസാണ്. അത് കമ്പ്യൂട്ടർ സയൻസിലുമുണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലുണ്ട്. ഈ പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത് ജെഇമെയിൻ സ്കോറിൻ്റെ ബേസിലാണ്. അപ്പോൾ 4 ഇയർ BTech പ്രോഗ്രാം IIIT ഹൈദരാബാദ് സോഫ്റ്റ്വെയർ സെക്ടറിൽ, അല്ലെങ്കിൽ പുതിയ AI കാലഘട്ടത്തിൽ കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ആഗ്രഹിക്കുന്ന പ്രോഗ്രാംസുമാണ് അവിടെ ഉള്ളത്. ഏകദേശം ഒരു IIT ഈക്വലൻ്റ് എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? IIT ഈക്വലൻ്റ് എന്ന് പറയുമ്പോൾ ചില IITകളെക്കാളും മുമ്പിലാണ്. ഏറ്റവും ടോപ്പ് IITസിനെ കൂടെ തന്നെ ഉൾപ്പെടുത്താം. പാക്കേജുകളിൽ IITകളുടെ മുകളിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് IIIT ഹൈദരാബാദ്. അപ്പോൾ അത് തന്നെ നമുക്ക് ഒന്നാമത് പറയാം. അവിടേക്ക് നമ്മൾ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കണം. അവിടെ മറ്റ് പല മോഡുണ്ട്, UGW പോലെയുള്ള അഡ്മിഷൻ മോഡുണ്ട്. അവിടെ അത് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് അഡ്മിഷൻ കിട്ടുന്നത്. പക്ഷേ ജെഇമെയിൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ കുട്ടികൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് IIIT ഹൈദരാബാദിലേക്ക് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ അങ്ങനെ IIITയിൽ എത്തിച്ചേരാം. അതാണ് ഏറ്റവും നമുക്ക് നമ്പർ 1 ഓപ്പർച്യൂണിറ്റി എന്ന് പറയാവുന്നത്. അതാണ് IIIT ഹൈദരാബാദ് തന്നെയാണ്. രണ്ടാമത് അതിന് തൊട്ട് താഴെ അടുത്ത IIIT തന്നെയാണ് IIIT ബാംഗ്ലൂർ. IIIT ബാംഗ്ലൂരിൽ BTech പ്രോഗ്രാം 3 ഉണ്ട്. അതുപോലെ തന്നെ 2 ഇൻ്റഗ്രേറ്റഡ് MTech പ്രോഗ്രാംസും ഉണ്ട്. ഇതിലേക്കെല്ലാം അഡ്മിഷൻ നടക്കുന്നത് ജെഇമെയിൻ സ്കോറിൻ്റെ ബേസിലാണ്. ഇതും മറ്റൊരു ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. അപ്പോൾ അവിടെയും അഡ്മിഷൻ കിട്ടണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ജെഇമെയിൻ സ്കോർ ഉപയോഗിച്ച് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടേക്കും അത്യാവശ്യം നല്ല ഹയർ റേഞ്ച് തന്നെ, നല്ല ഹയർ കട്ട് ഓഫ് ആണ്. അതായത് ഇപ്പം നമ്മൾ ഹൈദരാബാദിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ട്രിച്ചി NITയിൽ അതർ സ്റ്റേറ്റ് വരുന്ന ഒരു 1,200 ജെഇമെയിൻ റാങ്ക് വേണ്ടി വരും. IIIT ഹൈദരാബാദും അതുപോലെ NIT ട്രിച്ചിയും CS ബ്രാഞ്ചുകൾ ഏകദേശം CS-ൻ്റെ അതർ സ്റ്റേറ്റ് ആണ് ഉദ്ദേശിച്ചത്. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അഡ്വാൻസിന് അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്ത എന്നാൽ ഹൈലി ടാലന്റഡ് സ്റ്റുഡൻസ് ആയിരിക്കും. അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അതിന് തൊട്ട് താഴെയാണ് നമ്മുടെ IIIT ബാംഗ്ലൂർ വരും. പിന്നെ മൂന്നാമത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് IIIT ഡൽഹിയാണ്. അത് ഇന്ദ്രപ്രസ്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. IIITസിൽ നമ്മൾ മൂന്നാമതായിട്ട് കണക്കൂട്ടുന്ന എല്ലാ ക്വാളിറ്റീസിലും പ്ലേസ്മെൻ്റ് കാര്യത്തിലൊക്കെ നമ്മൾ പൊസിഷൻ പ്ലേസ് ചെയ്യുന്നത് IIIT ഡൽഹിയാണ്. അപ്പോൾ ഈ IIIT ഡൽഹിയിലേക്ക് അവിടേക്ക് തന്നെയല്ല അഡ്മിഷൻ നടക്കുന്നത്. അവിടെയുള്ള DTU ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, NSUT നേതാജി സുഭാഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമൻ, പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ളത്. അപ്പോൾ ഇവിടേക്കെല്ലാം കൂടിയുള്ള അഡ്മിഷൻ
എല്ലാം ജെയ്മെയിൻ സ്കോറിൻ്റെ ബേസിലാണ്. 85% ഡൽഹിയിലുള്ള ആളുകൾക്കും ബാക്കി 15% ഔട്ട്സൈഡ് ഡൽഹി വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനുവേണ്ടിയുള്ള അഡ്മിഷൻ അവരൊരു ജായ്ക്ക് എന്നറിയപ്പെടും, ജോയിൻ്റ് അഡ്മിഷൻ കൗൺസിൽ. ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് ഏകദേശം ജോസായുടെ ടൈം തന്നെയാണ്. അപ്പം ജോസായിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഡൽഹിയിലുള്ള IIIT ഡൽഹി വളരെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതുപോലെ തന്നെ DTU ഒരുപാട് സീറ്റുകളുണ്ട്. DTUവിൽ ഈ 15% എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ മാത്രമുള്ള സീറ്റുകളുണ്ട്. DTU ഉണ്ട്, അതുപോലെ NSUT. അപ്പോൾ ഇവിടേക്കെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ അവിടെയൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഡൽഹി നല്ല സെൻ്ററാണ്, എഡ്യൂക്കേഷനെ സംബന്ധിച്ച് നല്ല ഒരു ഓപ്ഷനായിട്ടാണ് ഡൽഹി അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെയൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ JACയിലേക്ക് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ IIIT ഈ ഞാൻ ഈ ആദ്യം സൂചിപ്പിച്ച IIITയും DTUയും NSUTയും ടോപ്പ് NITസിൻ്റെ അല്ലെങ്കിൽ അതിന് മുകളിൽ ഉള്ള ക്വാളിറ്റി ഉള്ള സ്ഥാപനങ്ങളാണ്. ഓക്കെ സാർ, അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളും ബിടെക് എടുക്കണം എന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലാത്തൊരു കാലഘട്ടമാണ്. ബിടെക്കിനേക്കാളും മികച്ച കോഴ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. സാർ, ഞാൻ ജെയ്മെയിൻ എഴുതി, ജെയ്മെയിൻ അത്യാവശ്യം നല്ല റാങ്കുകളുണ്ട്. പക്ഷേ എനിക്ക് താല്പര്യം ബിടെക് അല്ല. മറ്റേതെങ്കിലും കോഴ്സിലേക്ക് ഈ ജെയ്മെയിൻ എക്സാം വഴി അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. ജെയ്മെയിൻ എക്സാം വഴി ഒരുപാട് സ്ഥാപനങ്ങൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പറഞ്ഞാൽ നമ്മുടെ ISI, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത, ISIയിൽ അവർ പുതുതായിട്ടൊരു പ്രോഗ്രാം കഴിഞ്ഞ വർഷം ആരംഭിച്ചിട്ടുണ്ട്. അത് ബാച്ചലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഡാറ്റാ സയൻസ്, BSDS എന്നറിയപ്പെടും. ഓക്കെ. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാ സയൻസ് പ്രോഗ്രാമിന് 2 അഡ്മിഷൻ മോഡ് പറയുന്നുണ്ട്. ഒന്നുകിൽ CUETയിലെ മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷിൻ്റെ സ്കോർ അതാ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ജെയ്മെയിൻ. അപ്പം ഈ വർഷം ഈ 2025 ജെയ്മെയിൻ്റെ സ്കോർ തന്നെ വേണം നിർബന്ധമില്ല, 2024 ആണെങ്കിലും മതി. അപ്പം 2024 പാസ് ഔട്ടായവർക്കും 25 പാസ് ഔട്ട് ആവുന്നവർക്കും ഈ പറയുന്ന ISIയിൽ ഈ പറഞ്ഞ ബാച്ചലർ പ്രോഗ്രാമിന് ഇത് 4 ഇയർ ഓണേഴ്സ് പ്രോഗ്രാമാണ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കാണുന്നത് 3 വർഷം കഴിയുമ്പോൾ എക്സിറ്റ് ചെയ്യാം. അതായത് ഒരു BSc ഡിഗ്രി BSc ആണ്, BS ആണ് 4 ഇയർ, ബാച്ചലർ ഓഫ് BS ആണ് കിട്ടുന്നത്, 4 ഇയർ ആണ്, അത് ഓണേഴ്സാണ്. 3 വർഷം കഴിയുമ്പോൾ സാധാ BSc ഡിഗ്രി എടുത്തുകൊണ്ട് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് ഈ 4ാമത്തെ വർഷം മെയിൻ റിസർച്ച് ഫോക്കസ്ഡായിട്ടുള്ള കുറേ പേപ്പേഴ്സൊക്കെയാണ് വരുന്നത്. അപ്പോൾ 4 വർഷത്തെ പ്രോഗ്രാം കഴിഞ്ഞാൽ BS ഓണേഴ്സ് കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ജെയ്മെയിൻ ഒരു മോഡ് ജെയ്മെയിൻ മോഡാണ് അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പിന്നെ സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, തമിഴ്നാട്ടിലെ കാരക്കുടിയിലുള്ള സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെയുള്ള ഒരു സ്പെഷ്യൽ ബിടെക് പ്രോഗ്രാമുണ്ട്. സ്പെഷ്യൽ ബിടെക് ആണ് അത്, കെമിക്കൽ ആൻഡ് ഇലക്ട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് വരുന്നതാണ്, ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെയാണ്. അപ്പോൾ അവിടെ തമിഴ്നാടുകാർക്ക് അവരുടെ നേറ്റീവ് പ്ലേസിലുള്ളതാണ്, അതുകൊണ്ട് അവർക്ക് കൂടുതൽ സീറ്റുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതർ സ്റ്റേറ്റ് കുറേ വേക്കൻസികളുണ്ട്. ഈ അതർ സ്റ്റേറ്റ് വേക്കൻസികൾ ഫില്ല് ചെയ്യുന്നത് ജെയ്മെയിൻ സ്കോറിൻ്റെ ബേസിലാണ്. അപ്പോൾ ഈ കാരക്കുടിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ ഒരവസരമുണ്ട്. പിന്നെ വളരെ ജോലി സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മുടെ നാഷണൽ ഫയർ സർവീസ് കോളേജ്, NFSC, നാഗ്പൂരുള്ള നമുക്ക് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ ഉള്ള ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് ഉണ്ട് അവിടെ. പക്ഷേ നമുക്ക് അവിടുത്തെ ഫയർ ഡ്രില്ലൊന്നും നമുക്ക് കുസാറ്റിൽ ഇല്ല. ഇതെല്ലാമുള്ള ഇന്ത്യയിലെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫയർ എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ച് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് NFSC ആണ്, നാഷണൽ ഫയർ സർവീസ് കോളേജാണ് നാഗ്പൂർ. അവിടെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. ജെയ്മെയിൻ സ്കോറിൻ്റെ ബേസിൽ മാത്രമാണ് അവിടെ അഡ്മിഷൻ. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തന്നെ നേരിട്ട് അപ്ലൈ ചെയ്യണം. അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയിരിക്കും. കാരണം നമുക്ക് നല്ല സേഫ്റ്റി, വളരെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാ മേഖലയിലും വളരെ അത്യാവശ്യമായിട്ടുള്ള സാഹചര്യം. അതെ. അപ്പം ആ ഒരു മേഖലയിലേക്ക് വലിയ പ്രാധാന്യം ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. NFSCയിലേക്ക് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കണം. അത് താല്പര്യമുള്ള കുട്ടികൾ അതങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് പറയാവുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു IIT ഉണ്ട്. IIT മാണ്ടി. IIT മാണ്ടിയെ അവർ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MBA പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. MBA ഇൻ ഡാറ്റാ സയൻസ് ആൻഡ് AI. ഡാറ്റാ സയൻസ് സാധാരണ MBA മാനേജ്മെൻറ്റ്, നമ്മൾ മാർക്കറ്റിംഗ്, ഫിനാൻസ് എന്നൊക്കെയാണ് നമ്മൾ അതിനെ തിരിക്കാറുള്ളത്. ഇത് ഡാറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇതിനകത്ത് ഇത്
നമുക്കറിയാം MBA ആകുമ്പം ഇൻ്റർവ്യൂവിനും അല്പം പ്രാധാന്യമുണ്ട്. 30% ഇൻ്റർവ്യൂവിന് പേഴ്സണൽ ഇൻ്റർവ്യൂവിന് വെയിറ്റേജ് പോകുന്നുള്ളൂ. ബാക്കി 70%ഉം JEE സ്കോറാണ്. JEE സ്കോർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം IIT ആയതുകൊണ്ട് എല്ലാ കാറ്റഗറി അഡ്മിഷനും ഉണ്ട്. കാറ്റഗറി അഡ്മിഷൻ ഉള്ളതുകൊണ്ട് നമ്മുടെ കാറ്റഗറി വൈസ് കട്ട് ഓഫ് ഉണ്ടല്ലോ. അതായത് JEE മെയിനിൽ നിന്ന് ഒരു പർട്ടിക്കുലർ കട്ട് ഓഫ് റാങ്ക് ഉള്ളവർക്കാണ് അഡ്വാൻസ്ഡിന് ക്വാളിഫിക്കേഷൻ കിട്ടുന്നത്. ആ ഒരു കട്ട് ഓഫ് ഉള്ളവർക്ക് അതാത് കാറ്റഗറിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് എല്ലാ റിസർവേഷനും പാലിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് പറയാം. സെപ്പറേറ്റ് അഡ്മിഷൻ പ്രൊസീജിയർ തന്നെയാണോ? സെപ്പറേറ്റ് അഡ്മിഷൻ പ്രൊസീജിയർ. IIT മാൻഡിലേക്ക് തന്നെ അപ്ലൈ ചെയ്യണം. ജോസായിൽ ഇത് വരുന്നില്ല. ജോസായിൽ നമുക്കൊരു IIT അഡ്മിഷൻ വരുമ്പോൾ JEE അഡ്വാൻസ്ഡ് സ്കോറിൻ്റെ ബേസിലാണ്. അപ്പോൾ ഇത് MBA പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് ആ ഒരു രീതിയിൽ നമുക്കത് കണ്ടാൽ മതി. പിന്നെയുള്ളത് വളരെ രസകരമായ ഒരു കോഴ്സാണ്. ഹൈദരാബാദിലുള്ള ജവഹർലാൽ നെഹ്റു ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി JNTUവിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്. JNTU സ്വീഡനിലുള്ള ഒരു യൂണിവേഴ്സിറ്റി, BTH എന്നറിയപ്പെടും. BTH എന്നാണ് നമുക്ക് അതിൻ്റെ ഷോർട്ട് ഫോം. BTH ആണ് ബ്ലക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അങ്ങനെയാണ് എൻ്റെ പേര്, ബ്ലക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടുത്തെ നല്ല റേറ്റിംഗ് ഉള്ള നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പ്രത്യേകിച്ച് ഈ ഒരു പുതിയ കാല ന്യൂജൻ കോഴ്സുകളൊക്കെ നല്ല രീതിയിൽ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം ഇത് ഇൻ്റഗ്രേറ്റഡ് ഡബിൾ ഡിഗ്രി പ്രോഗ്രാംസാണ്. ഡബിൾ ഡിഗ്രി അതായത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് BTech ആൻഡ് MTech ഇത് രണ്ടും നമ്മുടെ ഹൈദരാബാദ് ജവഹർലാൽ നെഹ്റു ടെക്നോളജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടും. പ്ലസ് MSc കിട്ടുന്നത് BTHയിൽ നിന്ന്. സ്വീഡനിൽ എത്ര വർഷം ഇതിന് വേണ്ടി വരുന്നത്? 5 വർഷം വേണ്ടി വരും. 5 വർഷത്തിൽ 7 സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ 3.5 വർഷം ഹൈദരാബാദിൽ പഠിക്കുക, ബാക്കിയുള്ള 1.5 വർഷം സ്വീഡനിൽ പഠിക്കാം. അപ്പോൾ സ്വീഡനിൽ നിന്നുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാം കിട്ടുന്നതുകൊണ്ട് മിക്കവാറും കുട്ടികളൊക്കെ സ്വീഡനിൽ തന്നെ പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ അവർ പ്ലേസ്ഡാകുന്നു. നമുക്കറിയാം എറിക്സണിൽ ഒരുപാട് കുട്ടികൾ പ്ലേസ്ഡാകുന്നുണ്ട്. പിന്നെ നമുക്ക് വെഹിക്കിൾ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ സ്കാനിയ സ്വീഡന് വരുന്നുണ്ട്, വോൾവോ വരുന്നുണ്ട്, സിഗ്മ. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെ ഒരുപാട് കുട്ടികൾ പ്ലേസ്ഡ് ആകും. അതായത് ഒരുപക്ഷെ ഒരു നേരിട്ടൊരു ഫോറിൻ ഡിഗ്രി എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ എക്സ്പെൻസ് കുറവായിരിക്കും. എക്സ്പെൻസ് കുറവ്. 3.5 വർഷം ഇവിടെ പഠിക്കാം. പിന്നെ അതിൻ്റെ BTH ഫീ വേവിയർ കൊടുക്കുന്നുണ്ട്. നല്ല മെറിറ്റോറിയസ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഫീ വേവിയർ കൊടുക്കുന്നുണ്ട്. എല്ലാ റിസർവേഷൻസും ബാധകമാണ്. അപ്പോൾ അങ്ങനെ വളരെ വളരെ ഒരു നല്ല പ്രോഗ്രാമെന്ന് നമുക്ക് പറയാം. ഒരു സാധ്യത വഴി ഒരു വിദേശ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ളത് പകുതി ആൾക്കാർക്കും അറിയുമെന്ന് നമ്മൾ പറഞ്ഞു വരുമ്പോൾ BTech ഉണ്ട്, MTech ഉണ്ട്, MSc ഉണ്ട്. 3 ഡിഗ്രി ഡബിൾ ഡിഗ്രി എന്ന പേരെങ്കിൽ പോലും അത് അവിടുന്ന് MSc കൂടെ കിട്ടുന്നതുകൊണ്ട് ട്രിപ്പിൾ ഡിഗ്രി അങ്ങനെ പറയാം. അപ്പോൾ അത് ഇനി തിരിച്ച് MTechഉം BTechഉം ഉള്ളതുകൊണ്ട് ഇന്ത്യയിൽ വന്നാലും സ്കോപ്പ് ഉണ്ട്. ഇനി കാണുന്നത് കൂടുതൽ പിള്ളേരും സ്വീഡനിൽ തന്നെ പ്ലേസിലാകുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ അതിനുള്ള സാധ്യതകളുണ്ട് താനും. ഇന്ത്യക്ക് കുറവാണ്. ആകെ പറഞ്ഞാൽ 60 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടറിൽ ഒരു 40 വരും, ഇലക്ട്രോണിക്സ് 20, 60, പിന്നെ ഒരു 15 മെക്കാനിക്കൽ. ഏകദേശം എത്ര ഫീസ് വരാനാണ് സാധ്യത? ഒരു റഫ് ആയിട്ടൊരു ഐഡിയ പറയുവാണെങ്കിൽ ഫീസ് നമ്മുടെ ഇവിടുത്തെ ഫീസ് വരുമ്പോൾ അതൊരു 1.5 lakhs റേഞ്ചിലേ വരുള്ളൂ പെർ ഇയർ. ഓക്കെ. വിദേശത്തെ വരുമ്പോഴത്തേനും വിദേശത്ത് വരുമ്പോൾ ആ കൺവേർഷൻ വരും. അത്രയും. എന്നാലും ഒരു വിദേശത്ത് പോയി പഠിക്കുന്ന വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. ഫീ വേവിയർ അവർ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് സ്മാർട്ടായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച്. അപ്പോൾ അതൊരു സാധ്യതയാണ്. പിന്നെ ഇത് ഹൈദരാബാദിലാണ് പ്രോഗ്രാം, അതുകൊണ്ട് അവർക്ക് പ്രിഫറൻസ് ഉണ്ട്. നമ്മുടെ തെലങ്കാന, ആന്ധ്രാപ്രദേശിലുള്ളവർക്ക്. പക്ഷേ 30% അതർ സീറ്റുകൾ നമുക്ക് അതർ സ്റ്റേറ്റിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് അറിഞ്ഞ് നമ്മളതിന് അപ്ലൈ ചെയ്യുക എന്ന് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊരു നല്ല ഓപ്ഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്ക് കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റി. സാധാരണ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻസ് എല്ലാം CUET ബേസിലാണ്. ഇപ്പോൾ കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പൊതുവെ BTech പ്രോഗ്രാംസ് നല്ല പ്രോഗ്രാംസാണ്. അവിടുത്തെ BTech പ്രോഗ്രാമിന് അവർ 2 ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. എയ്തർ CUET ഓർ JEE. അപ്പോൾ JEE സ്കോറിൻ്റെ ബേസിൽ അവിടുത്തെ കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ BTech പ്രോഗ്രാമുകൾക്ക് നമുക്ക് ഒരു എൻട്രി കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാവുന്ന വളരെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എന്നാൽ ഫീസ് സ്ട്രക്ചറിൽ വളരെ ലോ, ബെസ്റ്റ് ക്വാളിറ്റി, പക്ഷേ ഫീസ് വളരെ കുറഞ്ഞാണ് ജാമിയ മില്ലിയ, JMI. ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി, ഡൽഹി. നമുക്കറിയാം, നമ്മൾ യൂണിവേഴ്സിറ്റീസിന് ലിസ്റ്റ് എടുത്താൽ ഏറ്റവും മുകളിൽ JNUവിൻ്റെ തൊട്ട് താഴെ തന്നെ കാണുന്നതാണ് JMI. ഇപ്പോൾ ജാമിയ മില്ലിയയിലെ എല്ലാ BTech പ്രോഗ്രാമിനും ഈ JEE സ്കോറിൻ്റെ ബേസിലാണ്. അപ്പം നമ്മൾ ഇതൊക്കെ പറയുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ജോസായിക്ക് പുറത്തുള്ളതാണ്. അതുകൊണ്ട് ഓരോന്ന് ഇൻഡിവിജ്വലായിട്ടും മെച്ചമെന്ന് വിലയിരുത്തും. അതെ, ഇൻഡിവിജ്വലായിട്ട്. ഇപ്പോൾ JMI ഒക്കെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഇവിടേക്കെല്ലാം ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും.
പിന്നെ നമ്മൾ പറഞ്ഞാൽ ഡിഫൻസ് സെക്ടറിൽ വലിയ സാധ്യതകളുണ്ട്. ഡിഫൻസ് സെക്ടറിൽ നമുക്കിപ്പം ഡിഫൻസിൽ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോളേജാണ് ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പൂനെ. അപ്പോൾ ആർമി പേഴ്സൺസിൻ്റെ മക്കൾക്ക് അത് സർവീസിലുള്ളതാകാം, സർവീസ് കഴിഞ്ഞ വിമുക്ത ഭടന്മാരുടെ ആകാം, അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു അസോസിയേഷൻ. സാർ ശരിക്കും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേവിക്കും എയർഫോഴ്സിനും ഒന്നും അവസരം കിട്ടുന്നില്ലല്ലേ? ഇല്ല, അവസരം കിട്ടുന്നത് വെച്ചാൽ ഈ കുട്ടികൾ ഇല്ലെങ്കിൽ അവർക്ക് അവസരം കൊടുക്കും ആർമി എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഒരു 4000-ഓളം ആപ്ലിക്കേഷൻ അവിടെ ഉണ്ടായിരുന്നു. ആർമി പേഴ്സൺസിൻ്റെ മക്കൾ തന്നെ ഇത്രയും അപ്ലൈ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് സാധ്യത കുറയുക ചെയ്യും. അപ്പോൾ അത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അത്യാവശ്യം നല്ല ഫീസൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് മിലിറ്ററി സെക്ടറിലേക്ക്, ഡിഫൻസ് സെക്ടറിലേക്കുള്ള ഒരു ഫോർമേഷനാണ് കൊടുക്കുന്നത്. അതിനുള്ള ടെസ്റ്റുകൾ CDSEയും ഈ നേവിയിലേക്കും എയർഫോഴ്സിലേക്കും ഒക്കെ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങാണ്. ആ ഒരു ഇപ്പം ലാസ്റ്റ് ഇയറൊക്കെ ആകുമ്പോൾ അങ്ങനെ കൂടുതൽ കുട്ടികൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം AIT നല്ലൊരു ചാൻസാണ്. പിന്നെ ആർമിയിലേക്ക് ഡയറക്റ്റ് എൻട്രി ഉണ്ട്. ടെക്നിക്കൽ എൻട്രി സ്കീം എന്ന് പറയും, TES എന്നറിയപ്പെടും. അത് 2024 JEE എന്ന് പറയുന്നത് നമുക്കറിയാം ജനുവരിയിലും ഏപ്രിലുമായിരുന്നു. അത് ജൂൺ ജൂലൈ ആയപ്പോൾ ജോസ വഴി അഡ്മിഷനൊക്കെ നടത്തി NITകളിലും എല്ലാം ക്ലാസ്സുകളെല്ലാം ആരംഭിച്ചു. പക്ഷേ ഈ 2024 JEE എഴുതി അതിൻ്റെ സ്കോർ വാങ്ങിയൊരു കുട്ടിയെ സംബന്ധിച്ച് നവംബർ മാസം ആകുമ്പോഴേക്കുമാണ് നമ്മുടെ ആർമിയിലേക്കുള്ള ടെക്നിക്കൽ എൻട്രി സ്കീം ഓപ്പൺ ആകുന്നത്. അപ്പോൾ ആ കുട്ടി എവിടെയെങ്കിലും ചേർന്നിട്ടില്ല എങ്കിൽ, അത്യാവശ്യം ഒരു JEE സ്കോർ ഉണ്ടെങ്കിൽ, ഡിഫൻസ് സെക്ടർ താല്പര്യമാണെങ്കിൽ ധൈര്യമായിട്ട് കടന്നു വരാവുന്നൊരു മേഖലയാണ് ഒരുപക്ഷെ ടെക്നിക്കൽ എൻട്രി സ്കീം. ഏറ്റവും കൂടുതൽ ഓപ്ഷൻ അവിടെ ഉണ്ടെന്ന് കരുതും. കാരണം എല്ലാവരും തന്നെ NITകളിൽ ജോയിൻ ചെയ്തു, അല്ലെ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്നവരാണ് IIT ജോയിൻ ചെയ്തു. അവരൊന്നും പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞ് ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ 25 അതായത് ഈ ജനുവരിയിലും ഈ ഏപ്രിലും ഒക്കെ എഴുതാനിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ നിരാശരാകേണ്ട കാര്യമില്ല. അവർക്ക് വീണ്ടും അടുത്ത ഒരു നവംബർ ഡിസംബർ ആകുമ്പോഴത്തേനും ഇങ്ങനെ ഒരു അവസരങ്ങളുണ്ട്. അത് ആർമി മാത്രമല്ല, നേവിയിലും ഉണ്ട്. നേവിയിൽ BTech എൻട്രി പ്രോഗ്രാം ഉണ്ട്. എത്ര സീറ്റുകൾ കാണാൻ സാധ്യതയുണ്ട്? ഏകദേശം സീറ്റുകൾ എല്ലാം കൂടെ 400ഓളം സീറ്റുകൾ വരും. എല്ലാം തന്നെ JEE അടിസ്ഥാനത്തിൽ, എല്ലാം JEE അടിസ്ഥാനത്തിൽ. അടുത്തത് നേവി എന്ന് പറയുമ്പോൾ അവിടെ BTech പ്രോഗ്രാം, നമ്മുടെ ഏഴിമല വരുന്നു, അവിടെ BTech പ്രോഗ്രാംസേ ഉള്ളൂ. അവിടെ ഈ അതേസമയം ആർമിയിലെ BSc പ്രോഗ്രാമുകളും വരാം. അപ്പോൾ ഈ BTech, അതുകൊണ്ട് തന്നെ നേവിയുടെ BTech എൻട്രി എന്ന് തന്നെ അറിയപ്പെടുന്നത്. BTech എൻട്രി പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അവിടെയും അത് ഒരുമിച്ച് മിക്കവാറും അടുത്തടുത്ത സമയത്താണ് രണ്ടുകൂടെ വരുന്നത്. ഒരുപക്ഷെ മലയാളികളൊന്നും ഇത് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നില്ല. നമ്മുടെ ഡിഫൻസ് സെക്ടറിൽ നമുക്ക് വലിയ കാര്യമായ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. ഒരുപക്ഷെ ഡിഗ്രിയും എല്ലാം കഴിഞ്ഞ് ഫോർമേഷനൊക്കെ ഒരു സമയം കഴിഞ്ഞിട്ടാണ് SSBയെ കുറിച്ച് പലപ്പോഴും പലരും ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാലയളവ്. അപ്പോൾ ഇതൊരു വലിയ സാധ്യതയാണ്. കാരണം ആർമിയിലും വരാം, അതുപോലെ തന്നെ നേവിയിലേക്കും വരാനുള്ള സാധ്യതയുണ്ട്. സാർ, അതുപോലെ തന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പറയുന്നതാണ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവർക്ക് അവരുടേതായ എൻട്രൻസ് എക്സാമുകളുണ്ട്. എന്നാലും അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ പറയുന്നത് JEE സ്കോർ ഞങ്ങളും എടുക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമാകാം. ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സാർ ടോപ്പിൽ നമുക്കെന്ന് പറയുവാണെങ്കിൽ ഒന്ന് റഫായിട്ട് പറയാൻ പറ്റുന്നത്? പ്രൈവറ്റ് ഇപ്പം നമുക്ക് പെട്ടെന്ന് പറയാവുന്നത് JEE ആസച്ച് എടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാവുന്നത് നമ്മുടെ അമൃത. അവർക്കൊരു എക്സാം ഉണ്ട്, എങ്കിലും JEE സ്കോർ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ UPS, അതുപോലെ തന്നെ മണിപ്പാൽ, മിക്കവാറും. പിന്നെ നമ്മൾ നോർത്തിലേക്ക് ചെന്നാൽ ഒരുപാട് സ്ഥാപനങ്ങൾ, അതിൽ തന്നെ നമുക്ക് എടുത്തു പറയാം, താപ്പർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ധീരുഭായ് അംബാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഗുജറാത്തിലെ ഗാന്ധിനഗർ, അത് IT റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമുകളൊക്കെയാണ് അവിടെയുള്ളത്. അവരൊക്കെ ഈ ഒരു സ്കോർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സാർ, പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്ത പല ഇൻസ്റ്റിറ്റ്യൂഷനും വിദ്യാർത്ഥികളെ JEE സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ എടുക്കുന്നു എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കും ഒരുപക്ഷെ പേരൻസിനും പുതിയ അറിവായിരിക്കും. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമുക്ക് പറയാം സ്കോളർഷിപ്പ് JEE ഒരു 10,000-ൽ താഴെ റാങ്ക് കിട്ടിയിട്ട് അങ്ങനെയുള്ളൊരു കുട്ടി നമ്മുടെ നോർമൽ ഡിഗ്രി പ്രോഗ്രാമോ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി ഐസറുകളിലേക്കുള്ള ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഉള്ള നോർമൽ ഡിഗ്രി പ്രോഗ്രാമുകളിൽ ചേരുകയും, ഇപ്പം നമ്മുടെ ISIയിലെ പ്രോഗ്രാം പറഞ്ഞു, അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം പ്യുവർ BTech ആകാതിരുന്നാൽ മതി. BTech അല്ലാതെ ബാക്കി ഏത് കോഴ്സും ഓക്കെയാണ്. അവർക്ക് 10,000 താഴെ റാങ്കെങ്കിൽ 20,000 റുപ്പീസ് വീതം പെർ ഇയർ കിട്ടും. അങ്ങനെ ഒരു 3 വർഷം 60,000 കിട്ടും. പിന്നെ കണ്ടിൻജൻസി ആയിട്ട് ഒരു 20,000 കൂടെ, അങ്ങനെ ഒരു 80,000 രൂപ സ്കോളർഷിപ്പായിട്ട് കിട്ടും. അതായത് ഏറ്റവും കൂടുതൽ സ്കില്ലുള്ള വിദ്യാർത്ഥികൾ പല സ്ട്രീമുകളിൽ, സയൻസുകളിൽ വരണം,
ജെയ്മെയിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്മിഷന് വേണ്ടി മാത്രമല്ല, അങ്ങനെയല്ല. ഒരു സ്കോളർഷിപ്പ് എലിജിബിലിറ്റി ആയി ഞാനത് ആദ്യം പറയും, ഇന്ത്യയിൽ ഒരു സ്റ്റാൻഡേർഡ് എക്സാം എന്ന് പറയുന്നത് ജെയ്മെയിനാണ്. അപ്പോൾ ആ ഒരു അത് എഴുതുമ്പം ഒരു കുട്ടിക്ക് അവൻ്റെ ഏകദേശം ഒരു നിലവാരം എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും അതിൻ്റെ ബേസിലായിരിക്കും പിന്നീട് ഓക്കെ ബാക്കി അഡ്മിഷനൊക്കെ കഴിയുമ്പോൾ വേറെ എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത മിക്കവാറും ഈ ഒരു സ്കോറിൻ്റെ ജെയ്മെയിൻ അതിൻ്റെ കിട്ടിയിരിക്കുന്ന വാലിഡ് പെർസെൻറ്റേജ് സ്കോറിൻ്റെ ബേസിലാകാം അതിന് സാധ്യതകൾ. ഇനി വരുന്നത് ഒരു ജെയ്മെയിൻ എൻട്രൻസ് എക്സാമിൻ്റെ കാലയളവാണ്. വിദ്യാർത്ഥികൾക്കറിയാം ജെയ്മെയിൻ എക്സാം എന്ന് പറയുന്നത് NIT-കളിലേക്കും ട്രിപ്പിൾ അഡ്മിഷൻ ക്രൈറ്റീരിയയാണ്. എന്നാൽ അതുമാത്രമല്ല, അതല്ലാതെ NIT-കളെക്കാൾ മുകളിലായി IIT-കൾക്കൊപ്പം പ്രാധാന്യമുള്ള അനേകം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളതും വിദേശ അഡ്മിഷൻ പോലും ജെയ്മെയിൻ എൻട്രൻസ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നു എന്നുള്ളതും വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കുമൊക്കെ ഒരുപക്ഷെ ഒരു പുതിയ അറിവായിരിക്കും. ജോബി സാർ, ഈ ഒരു ഇൻ്റർവ്യൂ വളരെ യൂസ്ഫുൾ ആയിരുന്നു. വിദ്യാർത്ഥികൾക്ക് ജെയ്മെയിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും ജെയ്മെയിൻ എക്സാമിന് എഴുതാനുമുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും താങ്കളുടെ വാക്കുകളെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.